ഹായ് ഫ്രണ്ട്സ്, മൈനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നും കാണിക്കാനായിട്ടല്ല, ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. ഈ ചൂട് കാലത്ത് ഫ്രൂട്ട്സിനെ ആശ്രയിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവുമോ? ഡെയിലി ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാത്തവരും കാണില്ല. പക്ഷേ അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിലും കഴിച്ചോണം കേട്ടോ. ഈ ചൂടത്ത് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കാൻ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഫ്രൂട്ട്സും വേണം, അതിനോടൊപ്പം വെള്ളവും വേണം. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ കഴിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ ഈ കച്ചവടക്കാർ ഇതിനകത്ത് ശരിക്കും നമുക്ക് വില്ലന്മാരെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ആയുസ്സും ആരോഗ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും അവർ കച്ചവടത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് പിടികൊടുക്കരുത്. അതിനകത്ത് വീഴാതെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ടെക്നിക്കുകളൊക്കെ പ്രയോഗിച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും ഒരു ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. തണ്ണിമത്തൻ. നമ്മളെല്ലാവരും കഴിക്കുന്ന ഫ്രൂട്ടാണ്. ജ്യൂസിൻ്റെ രൂപത്തിലായാലും കട്ട് ചെയ്തിട്ടായാലും എല്ലാവരും തണ്ണിമത്തൻ കഴിക്കും. അപ്പോൾ ആ തണ്ണിമത്തനകത്ത് മാരകമായ വിഷങ്ങൾ ചേർക്കുന്നുണ്ട് കച്ചവടക്കാർ. അത് തിരിച്ചറിയാനും പാകമായതേതാണ്, നല്ലതേതാണ്, ചീത്ത ഏതാണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ ടെക്നിക്കും കൂടെ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശരീരത്തിൻ്റെ ചൂട് വർദ്ധിക്കുമ്പോൾ ഒരു പീസ് തണ്ണിമത്തൻ കഴിക്കുന്നത് ശരീരത്തെ എത്രത്തോളം തണുപ്പിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ ചൂടത്ത് തണ്ണിമത്തനെ ആശ്രയിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ശരീരത്തിന് കുളിർമ നൽകുക മാത്രമല്ല, ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്, അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുക മാത്രമല്ല, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാതെ തടയുകയും ചെയ്യുന്നു. ഇത്രയും ഒന്നും അറിഞ്ഞുകൊണ്ടാവില്ല നമ്മളിൽ പലരും ഇത് കഴിക്കുന്നത്. ഈ ചൂടത്ത് തിളച്ച് കിടക്കുന്ന നമ്മുടെ ഉള്ളൊന്ന് തണുപ്പിക്കാനാണ് നമ്മളിത് കഴിക്കുന്നത്. എന്നാൽ വർദ്ധിച്ചു വരുന്ന തണ്ണിമത്തൻ്റെ ഉപയോഗം മുതലെടുത്ത് അതിൻ്റെ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനായി നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ് നമ്മൾ ദ്രോഹിക്കുന്നതെന്ന് നാം അറിയുന്നില്ല. പലതരം രാസവസ്തുക്കൾ ചേർത്താണ് ഈ തണ്ണിമത്തൻ മാർക്കറ്റിലെത്തുന്നത്. നമ്മളിതൊന്നും അറിയാതെ മേടിച്ച് കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ ചുവപ്പ് നിറം കൂട്ടാനായി റിയൽ 40 എന്ന രാസവസ്തുവും മധുരം കൂട്ടാനായി ആർട്ടിഫിഷ്യൽ സ്വീറ്റേഴ്സും ഇതിൽ ചേർക്കുന്നു. അവരെ മാത്രം കുറ്റം പറയണ്ട കേട്ടോ. നമ്മളായാലും ഫ്രൂട്ട്സ് കടയിൽ ചെന്നാൽ തണ്ണിമത്തനല്ല ഏത് ഫ്രൂട്ട്സ് ആയാലും നല്ല മധുരമുള്ളത് നോക്കിയെടുക്കണം ചേട്ടാ എന്നൊരു ഡയലോഗ് നമ്മളെല്ലാവരും പറയാറുണ്ട്. അപ്പോൾ പിന്നെ അവരുടെ കച്ചവടം ഒന്ന് ഉഷാറാക്കാൻ അവരും സ്വല്പം വില്ലന്മാരെ ഇതിനകത്ത് ചേർക്കുന്നതിനകത്ത് അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ശരീരത്തിന് ഹാനികരമായ വിഷം കുത്തി നിറച്ച് അവ നല്ല ചുവപ്പിച്ച് തുടുത്ത് ഇരിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കും. നമ്മൾ ആണെങ്കിലോ അത് തന്നെ നോക്കിയെടുത്ത് തൂക്കിക്കൊള്ളാൻ പറയും. നമ്മളറിയാതെ നമ്മെ തന്നെ നശിപ്പിക്കുവാനുള്ളത് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങി നമ്മൾ തന്നെ കഴിക്കുന്നതാണ് ചെയ്യുന്നത്. മുകളിലേക്കുള്ള ടിക്കറ്റ് എത്രയും പെട്ടെന്ന് എടുക്കുന്നു എന്ന് പറയാം. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ ചൂടത്ത് തണ്ണിമത്തങ്ങ ഇല്ലാതെ രക്ഷയില്ല. നമ്മൾ വാങ്ങുന്ന തണ്ണിമത്തൻ പാകമാകാതെ വിഷം കുത്തിവെച്ചതാണോ എന്നറിയാൻ ഒരു ടെക്നിക്കുണ്ട്. നമ്മളോടാ കളി നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നാൽ അതിനുള്ള വഴികളും നമ്മൾ കണ്ടെത്തും. നമ്മളൊരു തണ്ണിമത്തൻ വാങ്ങിയാൽ അതിൽ കൃത്രിമമായി എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ തണ്ണിമത്തൻ രണ്ടായി കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ചുവന്ന ഭാഗത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പർ നന്നായി ഒട്ടിച്ച് വെക്കുക. അല്പനേരം കഴിഞ്ഞ് ടിഷ്യൂവിൽ നിന്ന് ചുവന്ന കളർ പിടിച്ചിട്ടുണ്ടെങ്കിൽ പണിമാളി മക്കളെ, അതിനകത്ത് വിഷം കുത്തി നിറച്ചതാണ്. അത് നമ്മളെ നശിപ്പിക്കുന്നതാണ്. കളറൊന്നും ടിഷ്യൂയിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. ഈ രീതിയിൽ സിമ്പിളായി മായം ചേർത്ത തണ്ണിമത്തൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് വാങ്ങുമ്പോൾ കൂടി ചിലതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. തണ്ണിമത്തൻ മുറിച്ച് നോക്കാതെ തന്നെ മധുരമുള്ളതാണോ പാകമായതാണോ ഈ വെച്ചിരിക്കുന്നതെന്നറിയാൻ ഒരു ചെറിയ ടെക്നിക്ക് കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീർഘാകൃതിയിലും വൃത്താകൃതിയിലുമാണ് സാധാരണയായി നമ്മുടെ തണ്ണിമത്തൻ വിപണികളിൽ എത്താറുള്ളത്. അതിൽ വൃത്താകൃതിയിലുള്ളത് നല്ല മധുരം കൂടുതലുള്ളതാണ്. ഒരുപാട് വലിപ്പമുള്ളത് വാങ്ങാതിരിക്കുന്നതാണ് അത്ര വലിപ്പമുള്ളതൊന്നും വലിയ ഗുണമൊന്നും കാണത്തില്ല. ഒരു ശരാശരി വലിപ്പമുള്ള തണ്ണിമത്തൻ വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തണ്ണിമത്തൻ്റെ ഞെട്ട് നോക്കിയാലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പച്ച ഞെട്ടാണെങ്കിൽ ഇത് പാകമാകാതെ പറിച്ചതായിരിക്കും. അതല്ല നല്ല ഉണങ്ങിയ ഒരു ഡാർക്ക് കളറോട് കൂടിയ ഒരു ഞെട്ടാണ് കാണുന്നതെങ്കിൽ അത് നല്ല പാകമായതിന് ശേഷം വിളവെടുത്തതായിരിക്കും. അത്തരം തണ്ണിമത്തൻ നമ്മൾ വാങ്ങാനായിട്ട് ധൈര്യമായി നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ തണ്ണിമത്തൻ്റെ തോലിന് പുറത്ത് കറുത്ത കൊത്തുകൾ
കുത്തുകളും പാടുകളും അതായത് കുണ്ടും കുഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ല പഴുത്തതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനും നല്ല മധുരമുള്ളതായിരിക്കും. പഴുത്ത തണ്ണിമത്തൻ്റെ പുറത്ത് ഒരു ക്രീം കളർ, ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പാടുകൾ കാണും. ഇതുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ തണ്ണിമത്തം വാങ്ങാം. നല്ല മധുരമുള്ളതും പാകമായതുമായിരിക്കും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വീട്ടിൽ കൊണ്ടുവന്ന് തണ്ണിമത്തൻ മുറിച്ച് നോക്കുന്നിടം വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് തന്നെ നല്ല തണ്ണിമത്തനാണോ ഇതെന്ന് നോക്കി മനസ്സിലാക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് ടിഷ്യൂ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട പാടൊന്നും ഇല്ല. നമുക്ക് കടയിൽ വെച്ച് തന്നെ നമുക്കിതിൻ്റെ വലിപ്പവും ഇതിൻ്റെ ഞെട്ടും ഇതിൻ്റെ ദേഹത്തുള്ള ആ കൊത്തു അടയാളങ്ങളും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല തണ്ണിമത്തൻ തിരഞ്ഞെടുക്കുകയും ചെയ്യാം, സ്വാദിഷ്ടമായി കഴിക്കുകയും ചെയ്യാം. ഈ ചൂടത്ത് നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്നതാണ് ഈ തണ്ണിമത്തൻ. അതുകൊണ്ട് നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ചൂട് കാലത്ത് ഒഴിവാക്കാൻ പറ്റുന്നതേ അല്ല. അതുകൊണ്ട് എല്ലാവരും നല്ല നല്ല തണ്ണിമത്തനും നല്ല ഫ്രൂട്ട്സും സെലക്ട് ചെയ്ത് ഈ ചൂടത്തെ ആശ്വാസം കണ്ടെത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.